നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. എനിക്കിന്നും ശരിയല്ല, ബട്ട് കുഴപ്പമില്ല, റീഡിങ് എടുക്കണു. ഓക്കെ, ഇന്നത്തെ റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻ ഞാൻ എടുക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇടയിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെയും പേഴ്സൻ്റെയും ഇടയിൽ എന്താണ് തടസ്സങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് ബ്ലോക്കേജസ്, എന്താണ് തടസ്സം നിങ്ങളുടെ ഇടയിൽ എന്നുള്ളത് നോക്കാം. ആൻഡ് കുറച്ച് അഡ്വൈസ് കൂടി എടുക്കാം ഞാൻ കാർഡ്സിൽ നിന്ന്. ഓക്കെ, ലെറ്റ്സ് സീ എന്താണ് നിങ്ങളുടെ ഇടയിൽ തടസ്സമായിട്ട് കാണുന്നത്. ഓക്കെ, ഇത് വിപ്പാണ്. വിഷിംഗ് വെൽ, മാഗ്നിഫൈങ് ഗ്ലാസ്, കീ, ഡൈസ് ആണത്. ഇവിടെ ഓക്കെ, നോക്കട്ടെ, ഷഫിൾ തന്നെ എടുക്കാം. ഇവിടെ വന്നു. ഓക്കെ, വരാനുള്ളതാണെങ്കിൽ വരും. 40 മാസ്ക് ആണത്. ബേർഡ്സ്, സോറി, കാർഡ് കാണിക്കാൻ പാടില്ല, അതുകൊണ്ടാണ്. ചില കാർഡ്സ് നമ്മൾ യൂട്യൂബിൽ കാണിക്കാൻ പാടില്ല. ഓക്കെ, അതിൽ പിക്ചർ, ന്യൂഡ് പിക്ചേഴ്സ്, നേക്കഡ് പിക്ചേഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, നമ്മൾ തടസ്സങ്ങളെ കുറിച്ചാണ് ഇവിടെ നോക്കുന്നത്. ഓക്കെ, എന്താണ് നിങ്ങളുടെ ഇടയിൽ സിറ്റുവേഷൻ ബ്ലോക്ക് ചെയ്യുന്നത് എന്ന രീതിയിലാണ് പറയാം. ഓക്കെ, ഇവിടെ ഇത് നമ്മുടെ ഒരു ബ്രൂം എന്ന രീതി, അതായത് ചൂല് റെപ്രസെൻറ്റേഷൻ ആണ്. ചൂലും അതിൻ്റെ കൂടെ ഒരു മറ്റേ ചാട്ടവാറ് എന്ന രീതിയിലാണ് ഇത് ശരിക്കും ഇവിടെ കാണിക്കുന്നത്. കോൺഫ്ലിക്ട്സിനെ കുറിച്ചാണ്. കോൺഫ്ലിക്ട്സ് പറഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ട്. അത് എന്തിനെ കുറിച്ചാണ്, ദേഷ്യം വരിക എന്ന രീതിയിലൊക്കെയാണ്. നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ വഴക്കിട്ടിട്ടുണ്ട്, നിങ്ങൾ തമ്മിലൊരു പിണക്കം വന്നിട്ടുണ്ടാവാം, പരസ്പരം എന്തെങ്കിലും വേദനിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. കോൺഫ്ലിക്റ്റിൻ്റെ കാര്യമാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ പറയാം ബിക്കോസ് ഇത് വിഷസിൻ്റെ കാര്യമാണ്. വിഷസ് എന്ന് പറഞ്ഞാൽ മേ ബി നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഓക്കെ, അതേപോലെ ആയിരിക്കില്ല ഇപ്പം നിങ്ങളുടെ പേഴ്സൺ. അത് ഇപ്പോഴത്തെ ഒരു മെൻറ്റാലിറ്റിയുടെ കാര്യമാണ് കേട്ടോ, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് മേ ബി ഒരു കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ടാവാം, മാരേജ് ആഗ്രഹിക്കുന്നുണ്ടാവാം. മേ ബി പേഴ്സൺ ഇപ്പം അതിന് റെഡി ആയിരിക്കില്ല. ചിലപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വല്ലതും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. രണ്ടുപേരും ലൈക്ക് തമ്മിലൊരു ചെറിയൊരു ക്ലാഷ് അങ്ങനെ വന്നിട്ടുണ്ടാവും. ആഗ്രഹങ്ങളുടെ കാര്യം എന്ന് പറയാം. ആഗ്രഹം എന്ന് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ലൈക്ക് രണ്ടുപേരും ഇപ്പോൾ ഒരേപോലെയല്ല, ഒരേ പേജിലല്ല എന്ന് പറയാം. ഓക്കെ, ഒരേ ഒരു കാരണം ഇവിടെ മാസ്ക്സ് ഉണ്ട്. അതും കൂട്ടി നമ്മൾ നോക്കുമ്പോൾ മേ ബി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് തുറന്ന് എക്സ്പ്രസ് ചെയ്യുന്നില്ല അവരുടെ ഫീലിങ്സ്. ഓക്കെ, അവരുടെ മനസ്സിൽ എന്താണെന്നുള്ളത് അവർ തുറന്ന് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ദാറ്റ് അവർ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്ന്, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാൻ തയ്യാറല്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ആ പേരിലായിരിക്കാം നിങ്ങൾ കോൺഫ്ലിക്റ്റ് വന്നത്. മാസ്ക് എന്ന രീതിയിലുണ്ട്. ഓക്കെ, രണ്ട് മുഖം എന്ന് പറയാം. രണ്ട് മുഖം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നതും മനസ്സിൽ എന്താണെന്ന് ചിലപ്പോൾ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ടൊക്കെയാണ് ഇവിടെ കൺഫ്യൂഷൻസ് നടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും that നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടാവാം. ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്നത് എല്ലാം കുറെ കൂടി ഡീറ്റെയിൽസ് നിങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്ന രീതിയിലാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ സിറ്റുവേഷൻ ബെറ്റർ ആവണമെങ്കിൽ നിങ്ങൾ കുറെ കൂടി കാര്യങ്ങളെ ബെറ്ററായിട്ട്, അതായത് സിറ്റുവേഷൻസിനെ മനസ്സിലാക്കുക, സാഹചര്യം മനസ്സിലാക്കുക, അതുപോലെ ഓരോ കാര്യത്തിൻ്റെയും ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, അതിനുവേണ്ടി ചിലപ്പോൾ നിങ്ങൾ കുറച്ച് അന്വേഷിക്കേണ്ടി വരും. കാര്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് അന്വേഷിക്കുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് ഓക്കെ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലെ മെയിൻ പേഴ്സൺ എന്ന് തന്നെയാണ് എനിക്ക് കാണുന്നത്. കാരണം ഇവിടെ ലോയൽറ്റി ഉണ്ട്, ഡോഗ് ഉണ്ട്, ലോയലാണ്, ലോയൽറ്റി എന്ന രീതിയിലും ഉണ്ട്. സോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ലൈക്ക് ആത്മാർത്ഥതയുണ്ട്. ഓക്കെ, ആത്മാർത്ഥതയുണ്ട്, അവർക്ക് സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്, നിങ്ങളോട് കമ്മിറ്റഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ബട്ട് മേ ബി സാഹചര്യത്തിൻ്റെ ഡിഫറൻസ് ആയിരിക്കാം. ഇപ്പോൾ സാഹചര്യം കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് അകന്ന് നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് തരുന്നില്ല, ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ സാഹചര്യങ്ങൾ കാരണമായിരിക്കാം, അവരുടെ ലൈഫിലെ പ്രോബ്ലംസ് കാരണമായിരിക്കാം. ബട്ട് എന്ത് തന്നെയായാലും ഐ തിങ്ക് നിങ്ങൾ സിറ്റുവേഷൻ കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനുണ്ട് ഇവിടെ. ഓക്കെ,
ആൻഡ് ഇവിടെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ റിസ്ക് എടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാം. ബട്ട് റിസ്ക് ഉണ്ട്, കാരണം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ഇപ്പം അറിയുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അതൊരു റിസ്ക് ആണ്. ബട്ട് ഐ തിങ്ക് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം എന്ന്. ഓക്കെ, റിസ്ക് ആയാൽ പോലും അവരും ഐ തിങ്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. മൗണ്ടൻ ആണ് ഇവിടെ. നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ട്, പല ബ്ലോക്കേജസ്. അതായത് ഇപ്പോൾ ഫാമിലിയുടെ തടസ്സമായിരിക്കാം, ഫാമിലിയുടെ തടസ്സം, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ നിങ്ങൾ രണ്ടുപേരും വേറെ വേറെ തലത്തിലാണ് എന്നുള്ള കാര്യങ്ങളായിരിക്കാം. വേറെ എന്തൊക്കെയാ പറയാ, റിലീജിയൻ വേറെ എന്ന് പറയാം. പല തടസ്സങ്ങളും ഉണ്ട് നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, ബട്ട് അതെല്ലാം ഓവർകം ചെയ്തിട്ടായാലും നിങ്ങളുടെ പേഴ്സണും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം എന്നുള്ളത്. ഒരു റിസ്ക് എടുക്കണം എന്ന് അവർക്കും ആഗ്രഹമുണ്ട്. ബട്ട് അവരിതൊന്നും തുറന്ന് നിങ്ങളോട് പറയുന്നില്ല. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്നുണ്ട്, നിങ്ങൾക്കും കാര്യങ്ങൾ ക്ലിയർ ആവുന്നില്ല. ബട്ട് ഐ തിങ്ക് നിങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങളുടെ ക്ലാരിറ്റി ആദ്യം കിട്ടാൻ ശ്രമിക്കുക നിങ്ങൾ. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ഓക്കെ, ഇപ്പം അവർ സംസാരിക്കുന്നില്ലെങ്കിൽ അവർ തുറന്ന് പറയും. അവരുടെ മനസ്സിലുള്ളതൊക്കെ തുറന്ന് പറയാനുള്ള സാധ്യതയാണ്. നിങ്ങൾ തമ്മിൽ മീറ്റിംഗ്, നിങ്ങൾ തമ്മിൽ മെസ്സേജ് വരിക, സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു കോംപ്രമൈസ് വരും എന്ന രീതിയിൽ കാണുന്നുണ്ട്. സൊല്യൂഷൻസ് കിട്ടും. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് സോൾവ് ആവും. ഓക്കെ, അത് ഇപ്പോഴത്തെ ഒരു സമയത്തിൻ്റെ ആയിരിക്കാം ചിലപ്പോൾ. നിങ്ങൾ നിങ്ങൾ കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് മറ്റുള്ളവരോട് അന്വേഷിക്കുക, ആരോടെങ്കിലും അന്വേഷിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സൂക്ഷ്മതയോടെ നോക്കുക കാര്യങ്ങൾ. ഓക്കെ, പേഴ്സൺ നിങ്ങളുടെ മുമ്പിൽ ബിഹേവ് ചെയ്യുന്നത് വെച്ച് നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ട. ഓക്കെ, അവരുടെ മനസ്സിൽ ചിലപ്പോൾ ചില ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അതിനാണ് ഇവിടെ മൈന്യൂട്ട്, നമ്മൾ മാഗ്നിഫൈങ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ, ചെറിയ കാര്യങ്ങൾ കൂടി സൂക്ഷിച്ചു നോക്കുക എന്ന് പറയില്ലേ. മീൻസ് അതിനെ കൂടി വലുതാക്കി കാണാം. നിങ്ങളങ്ങനെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നോക്കുക. അവരുടെ ചില ബിഹേവിയേഴ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവർക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ചിലവർ പുറമേ നമ്മൾ ഭയങ്കര റഫായിട്ടൊക്കെ കാണിക്കും, പക്ഷെ അവർ കാണിക്കുന്ന ചെറിയ വല്ല കാര്യങ്ങൾ, ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും അവർക്ക് സ്നേഹം ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, എന്തായാലും സൊല്യൂഷൻ വരുമെന്ന് കാണുന്നുണ്ട്. ആൻഡ് പേഴ്സൺ നിങ്ങളോട് ലോയൽ ആണ് എന്നുള്ളൊരു കൺഫർമേഷൻ നമുക്കുണ്ട്. സോ ഇപ്പം നിങ്ങൾ തമ്മിൽ എന്ത് തന്നെ പ്രശ്നമുണ്ടെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് സോൾവായി വരും എന്നാണ് കാണുന്നത്. നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ഒരു കോംപ്രമൈസ് വരും, നിങ്ങൾ തമ്മിൽ സൊല്യൂഷൻസ് കിട്ടും. ഓക്കെ, ബ്ലോക്കേജസ് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വേറെ ചില കാര്യങ്ങൾ, ലൈക്ക് അവരെ ലൈഫിൽ ബാധിക്കുന്ന ചില കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെയാണ് നിങ്ങളുടെ ഇടയിൽ തടസ്സം. ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം, ഫാമിലി അഗ്രി ചെയ്യില്ല എന്നുള്ളതായിരിക്കാം, റിലീജിയൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ്. നിങ്ങൾ രണ്ടുപേരും രണ്ട് തലത്തിലായിരിക്കും. അപ്പോൾ ഫാമിലീസ് അഗ്രി ചെയ്യോ എന്നുള്ള ഡൗട്ടായിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക്, ചിലവർക്ക് മേ ബി നിങ്ങളുടെ പേഴ്സൺ മാരീഡ്, നിങ്ങൾ മാരീഡ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം. ആ പേരിൽ ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ വഴക്ക് വന്നിട്ടുണ്ട്, പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ബട്ട് അത് സോൾവ് ആയിട്ട് വരും. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ വന്ന് നിങ്ങൾ തമ്മിൽ സോൾവ് ആവുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ. ഓക്കെ, എനിക്ക് കൂടുതൽ പറയാൻ സാധിക്കുന്നില്ല, സോറി. ഞാൻ വിചാരിച്ചാണ് ഒരുവിധം പറ്റുന്നത്ര ചെയ്യാമെന്ന്, അത്രേ ഉള്ളൂ. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് അഡ്വൈസ് കാർഡ്സ് കൂടി എടുത്തേക്കാം. ഓക്കെ, ലെറ്റ്സ് സീ എന്താണ് അഡ്വൈസ് വരുന്നത് നിങ്ങൾക്ക്. ഫ്ലെക്സിബിൾ, കെയോസ് ആൻഡ് കോൺഫ്ലിക്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മുടെ ഫസ്റ്റ് വന്ന കാർഡ് തന്നെയാണിത്. ടൈം ഫോർ എ നാപ്പ്. ഓക്കെ, ക്ലീൻ ഇറ്റ് അപ്പ്. ഓക്കെ, വെരി ഗുഡ്. ഒബ്സർവർ, നമ്മൾ മാഗ്നിഫൈങ് ഗ്ലാസ് നേരത്തെ കണ്ടത്. ആൻഡ് ഇവിടെ ന്യൂ ലൈഫ് ഉണ്ട്, ബ്രീത്തും ഉണ്ട്. ഓക്കെ, ലീവ് ഇറ്റ്. ഇവിടെ അഗെയിൻ നിങ്ങൾ ലേശം ഫ്ലെക്സിബിൾ ആവാനാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ മേ ബി ഇപ്പോൾ പേഴ്സൻ്റെ സിറ്റുവേഷൻ നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, അവരുടെ ലൈഫിൽ നിങ്ങൾ അവരുടെ മനസ്സിലെന്താണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാൻ ചിലപ്പോൾ അവർ വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കില്ല. ഓക്കെ, പക്ഷെ അവരെ ചില പ്രവൃത്തികൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചില കാര്യങ്ങൾ. ഓക്കെ, നിങ്ങളോട് നല്ലോണം ശ്രദ്ധിക്കാനാണ് പറയുന്നത്. ഓക്കെ, സൂക്ഷിച്ച് നോക്കാനാണ് പറയുന്നത്. എല്ലാം ഒബ്സർവ് ചെയ്യുക. അവർ പറയുന്നത് മാത്രം നോക്കി നിങ്ങൾ കോൺഫ്ലിക്റ്റിലേക്ക് പോവാതിരിക്കുക. എന്തെങ്കിലും പറഞ്ഞെടുത്ത് ചാടി കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കണ്ട. ഓക്കെ, ഒന്ന് സമാധാനമായിട്ട് ആക്ച്വലി ശാന്തമായിട്ട് നിങ്ങൾ കാര്യങ്ങളെ ഡീൽ ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, ആൻഡ് ലേശം ഫ്ലെക്സിബിൾ ആവണം എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. ചിലപ്പോൾ ചില സമയത്ത് എപ്പോഴും നമുക്ക് ഒരേപോലെ ഒരാൾക്ക് ബിഹേവ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, സാഹചര്യങ്ങളനുസരിച്ച് ലേശം ചിലപ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാവും, മൂഡ് ഓഫ് ആയിരിക്കും, വേറെ എന്തെങ്കിലും അവരുടെ വീട്ടിലെയോ ഓഫീസിലെയോ ഒക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ
എല്ലാം ബാധിക്കും അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് ഒരു ലേശം ഫ്ലെക്സിബിലിറ്റി വേണം, എന്ന് വെച്ചാൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വേണം എന്നാണ് കാണുന്നത്. ആൻഡ് ഇവിടെ ക്യാസ് ആൻഡ് കോൺഫ്ലിക്റ്റ്, ഓക്കെ, ടൈം ഫോർ എൻ ആപ്പ് എന്ന് പറയുന്നത് നിങ്ങളോട് പറയുന്നത് തൽക്കാലം ഒന്ന് മാറി നിൽക്കാം. ഓക്കെ, അങ്ങനെ കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ ലേശം ഒന്ന് മാറി നിൽക്കാം. ഓക്കെ, സൈലൻ്റ് ആയിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. ആൻഡ് ഇവിടെ മേ ബി പേഴ്സൺ മാറി നിൽക്കുന്നുണ്ടാവും, അതിനെയായിരിക്കാം കാണിക്കുന്നത്. ബട്ട് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ക്ലീൻ ഇറ്റ് അപ്പ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് പ്രശ്നങ്ങളൊന്ന് സോൾവ് ചെയ്യാൻ ആക്ച്വലി സൊല്യൂഷൻ വരും എന്ന് പറയാം നമുക്ക് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കീ പറഞ്ഞില്ലേ. ആൻഡ് ന്യൂ ലൈഫ് ആക്ച്വലി നിങ്ങളെ റിലേഷൻഷിപ്പ് ബെറ്റർ ആവും, ശരിയാവും, നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു നല്ലൊരു ബിഗിനിങ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോഴത്തെ തൽക്കാലത്തേക്ക് ഉള്ള ഒരു ചെറിയ കൺഫ്യൂഷനോ കാര്യങ്ങളോ ആണ്, അതെല്ലാം ബെറ്റർ ആയിട്ട് വരും. ഓക്കെ, നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങൾ. ഓക്കെ, സോ വെറുതെ ഡൗട്ട് ചെയ്യേണ്ട പേഴ്സണിനെ, വെറുതെ ഒരു ടെൻഷൻ ആവണ്ട, ശാന്തമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുക, എല്ലാം ബെറ്റർ ആവും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം. എല്ലാവരും ഹെൽത്തൊക്കെ ശ്രദ്ധിക്കുക. എല്ലാവരുടെയും എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഹെൽത്ത് ശ്രദ്ധിക്കുക, എല്ലാവരും കെയർഫുൾ ആയിട്ടിരിക്കുക. ഓക്കെ, നന്ദി, നമസ്കാരം.